എന്റെ അപ്പച്ചനും അമ്മച്ചയും വെടികൊണ്ട് മരിച്ചുവെന്ന് മാത്രം എനിക്കറിയാം. പേടിച്ചു വരണ്ട, ഞാൻ എന്റെ അനിയത്തിമാരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. വഴിക്ക് വെച്ച് ഒരു ലോറി കണ്ടു. അതിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതി ഒരനുജത്തിയെ ഞാൻ ലോറിയിൽ കയറ്റി. ഇവളെ കയറ്റുന്നതിന് മുമ്പ് ലോറി പോയി. വിമൽ, എന്റെ പേര് വിനോദ് എന്നല്ല, വിമൽ എന്നാണ്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചയും ചേച്ചിയും അനുജത്തിയും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. വിമൽ, നീ അപ്പോ എന്റെ അനുജ ചേട്ടനാണെന്നോ? എന്ത്? എന്റെ അനുജ എന്റെ അനുജത്തി വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനെ ലോറിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ തങ്കമാണ് അനിത. അപ്പോൾ തമ്പി സമാധാനപ്പെടും. നിങ്ങൾക്ക് ഞാനും മുള്ളുകൊണ്ടാണ് എടുക്കേണ്ടത്. മാധവൻ തമ്പി, ഇനി നിന്റെ നാശം കാണാൻ ഞങ്ങൾക്ക് ഉറക്കമില്ല. മാധവൻ തമ്പി, മുതലാളില്ല ഇവിടെ? ഇല്ല. എവിടെ പോയി? അറിയില്ല. അല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിക്കൊള്ളും. നീയോ? ഓ, മിസ്റ്റർ വിമൽ. എന്താ കാര്യം? എനിക്ക് അത്യാവശ്യമായി ഒരു 50,000 രൂപ വേണം. 50,000? യെസ്, ഐ വാണ്ട് 50,000 rupees. ഇത്രയധികം രൂപ? ഞാൻ മാത്രമല്ലല്ലോ, എന്റെ പിറകിൽ ആളെ പറഞ്ഞേൽപ്പിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്? ഇല്ല, ഈ ഫോണും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഒരു പക്ഷേയുമില്ല. നിങ്ങളെ ഫോൺ എടുക്കണം. അല്ല, നിങ്ങൾ തന്നെ ഫോണിൽ സംസാരിച്ചാൽ മതി. ഹലോ, ആരെ? കുറച്ച് ഉറക്കെ സംസാരിക്കണം മിസ്റ്റർ. എന്ത്? കരുണാകരനോ? എനിക്കാണ്. ഹലോ, ആര്? കർണനോ? എവിടുന്ന് വിളിക്കുന്നു? സിംഗപ്പൂരിൽ നിന്നോ? മകൻ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എയർപോർട്ടിൽ വരാം. ആരാണ് മിസ്റ്റർ തമ്പി? എന്റെ പഴയ ഒരു സുഹൃത്ത് വരുന്നു. വരട്ടെ, അതിന് തമ്പി എന്തിനു പരിഭ്രമിക്കുന്നു? ഒന്നുമില്ല. ബട്ട് മിസ്റ്റർ വിമൽ, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൻ രവി ആയിരുന്നു. രവി മരിച്ച സ്ഥിതിക്ക്. ഓഹോ, അത് ശരി. അപ്പോ സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണ്. മിസ്റ്റർ വിമലിന് എന്നെ ഒന്ന് സഹായിക്കാമോ? പ്ലീസ് വിമൽ, രവിയായി അഭിനയിക്കണം. ഐ മീൻ കരുണാകരക്കുറുപ്പിന്റെ മകൻ. അഭിനയിക്കാം, പക്ഷെ ഞാൻ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അംഗീകരിക്കണം. ഒന്നുമില്ല, ഒരു 5 ലക്ഷം രൂപ. ദാറ്റ് മീൻസ് 5 lakh. വിമൽ, യെസ്. മിസ്റ്റർ തമ്പിയുടെ മനസ്സിലെ പ്ലാൻ പ്രകാരം ഞാൻ മിസ്റ്റർ കരുണാകരക്കുറുപ്പിനെ വധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 5 ലക്ഷം രൂപ വരുന്നതിൽ എന്താണൊരു തെറ്റ്? ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വിമൽ ബുദ്ധിമാനാണല്ലോ.
നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ബൈ ദ ബൈ, സംഗതിയെല്ലാം രഹസ്യമായിരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ച പണം. വിമലിരിക്കൂ, ഞാനിപ്പോ വരാം. ഓക്കെ. താങ്ക്സ്. മിസ്റ്റർ വിമൽ, നിങ്ങൾ ഇന്നു മുതൽ രവിയാണ്. മിസ്റ്റർ കരുണാകരക്കുറുപ്പിന്റെ മകൻ രവീന്ദ്രനാഥ്. ഓക്കെ? ഓക്കെ. അഭിനയം പൂർണ്ണമാകണമെങ്കിൽ ഈ ചാവ് ഞാൻ എടുക്കുന്നു. ലക്ഷപ്രഭുവിന്റെ മകന് ഒരു കാറില്ലെന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ? ഓക്കെ, സീ യു. വരൂ. നീ പോയതിനു ശേഷം ഞാൻ വാങ്ങിയ ബംഗ്ലാവാണിത്. വെരി നൈസ്. താങ്ക് യു. വരൂ ഡാഡി. Wonderful. Nice. ഡാഡി ഇരിക്കൂ. താങ്ക് യു മൈ ഡിയർ സൺ. ഞാൻ ഇപ്പൊ വരാം ഡാഡി. മാധവൻ എന്റെ മകനെ സ്വന്തം മകനെ പോലെ വളർത്തി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിലെന്തിരിക്കുന്നു വരണ? രവി എന്റെ മകനും കൂടിയല്ലേ? അന്നത്തെ ആ അപകടത്തിൽ രവി മാത്രം രക്ഷപ്പെട്ടത് ഓർക്കുമ്പോ ഇന്നും നടുങ്ങിപ്പോവും. അതുപോട്ടെ, ബിസിനസ് ഒക്കെ എങ്ങനെ? തർക്കടില്ല. ഇനി എനിക്ക് ധൈര്യമായി. നീ വന്നില്ലേ? ഹലോ വില്യംസ്, ഇതാണ് എന്റെ സുഹൃത്ത് മിസ്റ്റർ കരുണാകരക്കുറുപ്പ്. ഹലോ. ഹലോ. വില്യംസ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. മരണത്തിലും കൂടെ നിൽക്കുന്ന വ്യക്തി. രവിക്ക് നമ്മുടെ രഹസ്യങ്ങൾ ഇതുവരെ ഒന്നും അറിയില്ല. ഇനിയും അറിയരുതെന്നാണ് എന്റെ ആഗ്രഹം. ഡാഡി. ഇന്ന് ഡാഡിക്ക് വേണ്ടി ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രാം. താങ്ക് യു.